ചെറിയൊരു മഴയ്ക്ക് പോലും ആറുവരിപ്പാതയിൽ നിന്ന് ചെളിയും കല്ലും ഒഴുകിയെത്തുന്നത് വീടുകളിലേക്ക്. നെഞ്ചിൽ തീയുമായി വട്ടപ്പാറ വടക്കേക്കുളമ്പ് നിവാസികൾ. റോഡ് നിർമ്മാണം നടക്കുമ്പോഴും പണി തീർന്നാലും പേടിയോടെയല്ലാതെ ഇവർക്കിവിടെ ജീവിക്കാനാകില്ല. ഇടത്തരം കുടുംബങ്ങൾ താമസിക്കുന്ന വടക്കേക്കുളമ്പുകാരുടെ ആശങ്കയ്ക്ക് പരിഹാരം കാണണമെന്ന ആവശ്യം ശക്തമാണ്. ദേശീയപാതയിൽ ആറുവരിപ്പാതയുടെ നിർമ്മാണം ആരംഭിച്ചതു മുതൽ വളാഞ്ചേരി വട്ടപ്പാറ വടക്കേക്കുളമ്പ് നിവാസികൾ കഴിയുന്നത് ഭീതിയിലാണ്. ഒരു ചാറ്റൽ മഴ പെയ്താൽ പോലും കല്ലും ചെളിയും കുത്തിയൊലിച്ചെത്തുന്നത് ഇവരുടെ വീടുകളിലേക്കാണ്. കഴിഞ്ഞ ദിവസവും മഴ നിർത്താതെ പെയ്തതോടെ കല്ലും ചെളിയും ഒഴുകിയെത്തിയത് ഈ വീടുകളിലേക്കായിരുന്നു. ഒരു രാത്രി പോലും സമാധാനമായി കിടന്നുറങ്ങാൻ പറ്റാത്ത സ്ഥിതിയാണെന്നാണ് ഇവിടുത്തുകാർ പറയുന്നത്. വട്ടപ്പാറ മേൽഭാഗത്ത് കൂറ്റൻ കുന്ന് നെടുകെ വെട്ടിപ്പിളർന്നാണ് ആറുവരിപ്പാതയിൽ വയഡക്ട് പാലത്തിലേക്കുള്ള റോഡ് തുറന്നത്. ഇവിടെ നിന്നുള്ള ഉറവ താഴേക്കൊഴുകുന്നുണ്ട്. മഴച്ചാലിന്റെ ഉറവിടവും ഇവിടെ നിന്നാണ്. ആശങ്കയുണ്ടെന്ന് പതുക്കെ പറയാനുണ്ടോ? കാരണം ഇപ്പം മഴ തുടങ്ങാൻ പോകുന്നുള്ളൂ. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഞങ്ങളെ കിണറ്റിലൊക്കെ ഈ ചളിവെള്ളം നിറഞ്ഞിട്ട് ഇവിടെ ഈ വട്ടപ്പാറ ഫേമസ് റോഡിലുള്ള മിക്ക വീടുകളിലും ചളിവെള്ളമായിരുന്നു. പക്ഷേ അതൊന്ന് ക്ലീനാക്കാനും വൃത്തിയാക്കാനും പോലും KNRCയുടെ ആളുകളെ ബന്ധപ്പെട്ടിട്ട് വരാതെ ഞങ്ങൾ മോട്ടറൊക്കെ വാടകയ്ക്ക് എടുത്തിട്ട് ഞങ്ങൾ സ്വയം ക്ലീനാക്കി വൃത്തിയാക്കിയായിരുന്നു ഞങ്ങൾ ചെയ്തിരുന്നത്. ഇനിയും ഈ വർഷം ചിലപ്പോൾ സ്ഥിതി അതുതന്നെയായിരിക്കും. ഇങ്ങനെയാണെങ്കിൽ വരാൻ പോകുന്നത്. വളാഞ്ചേരി നഗരസഭയിലെ 33-ാം വാർഡിൽ ഉൾപ്പെടുന്ന വടക്കേക്കുളമ്പിൽ കർഷക തൊഴിലാളികൾ അടക്കമുള്ള ഇടത്തരം കുടുംബങ്ങളാണ് കൂടുതലും. കുന്നിൻ താഴ്വാരത്തിൽ നിരവധി വീടുകളുണ്ട്. വേനൽമഴയിൽ തന്നെ കനത്ത നാശനഷ്ടം സംഭവിച്ച സ്ഥിതിക്ക് മഴക്കാലം ആരംഭിക്കുമ്പോൾ എന്തായിരിക്കും സ്ഥിതിയെന്നാണ് പ്രദേശവാസികൾ ചോദിക്കുന്നത്. ഈ വെള്ളങ്ങൾ ഒലിച്ചിട്ട് ഓരോ വീടുകളിലെ കിണറിൽ പോയി നോക്കിയാലും അവർക്കൊന്നും ശുദ്ധമായ വെള്ളം കുടിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ്. കലക്ക് വെള്ളമാണെങ്കിൽ മഴ തോർന്നാൽ അത് നിൽക്കും, പക്ഷെ അതിൻ്റെ മേലെ എണ്ണ പാട കെട്ടിയ പോലെ സിമൻറ്റ് വെള്ളമാണ് ഈ ഒരു ഏരിയയിലുള്ള മൊത്തം ആളുകൾക്കും. അപ്പോൾ അതൊക്കെ ഒരു മനുഷ്യൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളെ തകർക്കുന്ന രീതിയിലാണ് ഈ ഒരു ഇതുള്ളത്. ഇതിനൊരൊറ്റ സൊല്യൂഷൻ എന്നുള്ളത് ഡ്രെയിനേജ് തന്നെ ഉള്ളൂ. അതിന് നമ്മൾ അന്ന് മുതൽ അവരെ കൂടെ നടക്കുന്നുണ്ട്. റോഡ് നിർമ്മാണം നടക്കുമ്പോഴും പണി തീർന്നാലും ഇവരുടെ ആശങ്ക വിട്ടൊഴിയുന്നുമില്ല. കാനകൾ നിർമ്മിച്ച് വെള്ളം താഴെ തോട്ടിലേക്ക് ഒഴുക്കിവിടണമെന്ന് വാർഡംഗം അടക്കമുള്ളവർ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും നടപടിയുണ്ടായില്ല. കേരള വിഷൻ, വളാഞ്ചേരി.